നമസ്കാരം. കശ്മീർ പെഹൽഗാമിലെ ആക്രമണം നടത്തിയ പാകിസ്ഥാനി ഇസ്ലാമിക് ടെററിസ്റ്റുകളുടെ എതിരെ ഇന്ത്യൻ സേന ആക്ഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പല ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ മെമ്പറാണെന്ന് ഉറപ്പുള്ള 9 ടെററിസ്റ്റുകളുടെ വീടുകൾ ബോംബിട്ട് തകർത്തിട്ടുണ്ട്. അതുപോലെ ഈ ആക്രമണം നടത്തിയ ടെററിസ്റ്റുകളെ സഹായിച്ചിട്ടുള്ള ഉറപ്പുള്ള കുറേ വ്യക്തികളും സേന പിടിച്ചിട്ടുണ്ട്. അതിനൊപ്പം സംശയമുള്ള കുറേ വ്യക്തികളെ അവർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ആക്രമണം നടത്തിയ ഈ ടെററിസ്റ്റുകളുടെ വീടുകൾ ബോംബിട്ട് തകർത്തതുകൊണ്ട് ഒന്നും ആയില്ല. അത് പോരാ, ഇവരെ കണ്ടുപിടിക്കണം. അവരെവിടെയാണ് അവർ ഒളിച്ചിരിക്കുന്നത് അവിടെ തേടി പിടിച്ച് ഇവരെ കാശ്മീരിനെ ഇല്ലാതാക്കണം. അത് എങ്ങനെ ഇല്ലാതാക്കും അത് സേന തീരുമാനിക്കട്ടെ, നമ്മൾ ഇന്ത്യൻ മിലിറ്ററി തീരുമാനിക്കട്ടെ, ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. പക്ഷേ ഇവരെ കാശ്മീരിന് ഇല്ലാതാക്കണം. കാശ്മീരിന് മാത്രമല്ല, ഈ ഇന്ത്യനെ തന്നെ ഇല്ലാതാക്കണം. നമ്മൾ ശരിയിൽ നമ്മൾ സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, കശ്മീർ ഈ ഭൂമിയിൽ സ്വർഗമാണെന്ന്. ഉറുദുവിൽ പറയുമ്പം സ്വർഗം എന്ന് വെച്ചാൽ ജന്നത്ത്. ശരിക്കും കശ്മീർ ജന്നത്ത് ആണോ? അല്ല. ഈ ടെററിസ്റ്റുകൾ, ഈ ചെറ്റകൾ ഈ ജന്നത്തിനെ ജഹന്നുമാക്കി മാറ്റിയിട്ടേക്കോ. ഇപ്പോൾ ഇവരുടെ കാരണം ആളുകൾക്ക് ജീവിക്കാൻ വയ്യ, ഒരുത്തനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഇവരെ ഇല്ലാതാക്കിയിട്ട് ഈ കശ്മീരിനെ വീണ്ടും ജന്നത്താക്കി മാറ്റണം. അതിനൊപ്പം ഈ ടെററിസ്റ്റുകളെ ഇല്ലാതാക്കുക മാത്രം പോരാ, അതിൻ്റെ കൂട്ടത്തിൽ ഇവരെ സഹായിക്കുന്നവരെ, ഇവരെ ഈ പാകിസ്ഥാനി ഈ ടെററിസ്റ്റുകളെ വീട്ടിൽ ഇങ്ങോട്ട് വിളിച്ച് കയറ്റുന്ന, ജനിച്ച മണ്ണിനെ ചതിക്കുന്ന കുറേ ചെറ്റകളുണ്ട് നമ്മളെ രാജ്യത്ത്. കശ്മീരിൽ ഇവരെയും കണ്ടുപിടിക്കണം. ഇവരെ ശരിക്കും കണ്ടുപിടിച്ചിട്ട് ഇവരെ വേണം നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ. കാരണം ഇവരെ ആ ശിക്ഷ അവർ അനുഭവിക്കുന്നത് കണ്ടിട്ട് ഇതേ മനോവൃത്തിയുള്ള ആളുകളുടെ മനസ്സിൽ പേടി വരണം. അവർ ഭയക്കണം. സ്വന്തം രാജ്യത്തിന് ഒറ്റി കൊടുക്കുന്നവർ, ചതിക്കുന്നവർ ഈ തന്നെ ഗതി, ഇതുപോലെ തന്നെ ഗതി ഉണ്ടാവുന്നു. അത് കണ്ടിട്ട് അവർ ഭയക്കണം. ആ രീതിയിൽ വേണം ഈ ചതിയന്മാരെ, ഈ ചെറ്റകളെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ. ജയ് ഹിന്ദ്.